ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വിൻ്റർ സമയത്ത് നമ്മൾ കറിവേപ്പില ഏകദേശം ഒരു 2 മാസത്തോളം കേടാകാതെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സംരക്ഷിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ അതുകൂടാതെ കറിവേപ്പില ഉണക്കി നമ്മൾ സൂക്ഷിച്ചു വെച്ചാലും നമുക്കത് എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. അത് നമ്മൾ വിൻ്റർ സമയങ്ങളിൽ അത് നമ്മുടെ കറിക്കകത്തിടാനും നമുക്ക് സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കറിവേപ്പില നന്നായിട്ട് പൊട്ടിക്കുതിർത്ത് വരാനായിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെയാണ് കറിവേപ്പില കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ എടുത്താൽ മാത്രമേ കറിവേപ്പില പൊട്ടിക്കുതിർത്ത് വരികയുള്ളൂ. ഇവിടെ ഇന്ന് നല്ല കാറ്റും തണുപ്പുമാണ് കേട്ടോ, തണുത്തിട്ട് പാടില്ല. ഇത്രയും കറിവേപ്പിലയാണ് ഞാൻ ഇന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഈ കറിവേപ്പില എങ്ങനെയാണ് കഴുകി നന്നായി ഉണക്കി വയ്ക്കുന്നതെന്നും അതുകൂടാതെ നല്ല പച്ചയായി കറിവേപ്പില മാസങ്ങളോളം ഫ്രിഡ്ജിൽ കേട് കൂടാതെ സൂക്ഷിക്കുന്നതെന്നും ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയാൽ വിൻ്റർ സമയങ്ങളിൽ നമുക്ക് കടകളിൽ നിന്ന് കറിവേപ്പില വാങ്ങുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ഇതാണ് ബ്ലാക്ക് കളറിൽ ഉള്ള മൾച്ച്. ഇത് മണ്ണിന് മുകളിൽ ആയിട്ടാണ് ഇടുന്നത്. ചെടികളെ തണുപ്പ് സമയങ്ങളിലും ചൂട് കാലങ്ങളിലും സംരക്ഷിക്കുന്നതിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. വിൻ്റർ സമയത്ത് ചെടിയുടെ ചുവട്ടിൽ നന്നായി മൾച്ച് ഇട്ട് കൊടുക്കുന്നത് വഴിയായി തണുപ്പുണ്ടാകുമ്പോൾ ചെടികളുടെ വേരുകൾ തണുപ്പ് മൂലം ഉണങ്ങിപ്പോകാതിരിക്കാൻ സഹായിക്കും. കൂടാതെ ചെടികളുടെ ചുവട്ടിൽ ഒരുപാട് തണുപ്പ് കൂടുതലായി ഏൽക്കുന്നത് തടയുകയും ചെയ്യുന്നു. എല്ലാ വർഷവും വിൻ്റർ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ കറിവേപ്പിലയുടെ ചുവട്ടിൽ മൾച്ചിട്ട് കൊടുക്കുന്നത്. അതുവഴിയായി കറിവേപ്പിലയുടെ വേര് ഉണങ്ങാതിരിക്കുകയും ചെയ്യും. മൾച്ച് ഇവിടെയുള്ള എല്ലാ ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും. ഇത് ചെറിയ വുഡൻ പീസസ് കൊണ്ടുണ്ടാക്കിയ മൾച്ച് ആണ്. ചൂട് സമയങ്ങളിൽ സൂര്യൻ്റെ ചൂടടിച്ച് ചെടികളുടെ വേരുകൾ ഉണങ്ങിപ്പോകാതിരിക്കാനും ചെടികളുടെ ചുവട് നല്ല തണുപ്പ് നിലനിർത്തി സംരക്ഷിക്കുന്നതിനും ചെടികളുടെ ചുവട്ടിൽ തണുപ്പ് നിലനിർത്തുന്നതിനാൽ നമ്മൾ വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അതുകൂടാതെ ചെടികളുടെ ചുവട്ടിൽ പുല്ലുകൾ വളരുന്നത് തടയാനും ഇത് നല്ലതാണ്. അതുമാത്രമല്ല, കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഇവ പൊടിഞ്ഞ് ചെടികൾക്ക് വളമായി മാറുന്നു. കൂടാതെ ഇത് ഉപയോഗിക്കുക വഴിയായി ഗാർഡൻ കാണാൻ നല്ല വൃത്തിയും ആകർഷകവുമായി തീരുന്നു. ആദ്യമായി ഈ കറിവേപ്പില തണ്ടിൽ നിന്ന് അടർത്തിയെടുക്കുക. നമുക്ക് ആവശ്യമുള്ള അത്രയും ഇല അടർത്തി ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം നന്നായി വെള്ളം ഒഴിച്ച് ഒരു 2-3 തവണ കഴുകണം. കാരണം ഈ ഇല പുറത്തു നിൽക്കുമ്പോൾ ഒരുപാട് പൊടി അതിനുള്ളിൽ ആകാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, ചെറിയ പ്രാണികളൊക്കെ ഇലകളിൽ മുട്ടയിടാനും ചെറിയ ചിലന്തി വലകൾ ഒക്കെ ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. അതിനാൽ നന്നായി കറിവേപ്പില കഴുകിയതിന് ശേഷം ഇതുപോലെയുള്ള ഒരു സ്ട്രെയിനർ എടുത്തതിന് ശേഷം അതിനുള്ളിൽ കറിവേപ്പിലകൾ ഇട്ട് നന്നായി വെള്ളം കളയാൻ വയ്ക്കുക. ഈ കറിവേപ്പില ഞാൻ ഒരു 3 പ്രാവശ്യം നന്നായി കഴുകിയതിന് ശേഷമാണ് വെള്ളം വാർന്നു പോകാനായി വച്ചത് കേട്ടോ. വെള്ളം വാർന്നു പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒരു തട്ടെടുത്ത് അതിലേക്ക് ഈ കറിവേപ്പില നന്നായി നിരത്തി വയ്ക്കുക. ഒരു 7-8 ദിവസം റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ കറിവേപ്പില നന്നായി ഉണങ്ങിക്കിട്ടും. അതിനുശേഷം ഒരു സിപ്ലോക്ക് കവറിൽ ഇവ എടുത്തു വെച്ച് ഏത് മാസത്തിലാണോ നമ്മൾ അത് ഉണക്കി വെച്ചത് ആ മാസം അടയാളപ്പെടുത്തി വയ്ക്കുക. ഞാൻ ഇവിടെ മാസവും വർഷവും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഏത് മാസത്തിലെ കറിവേപ്പിലാണോ ആദ്യം ഉണക്കി വെച്ചത് അതനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഡ്രൈ ആക്കി എടുത്ത കറി ലീഫാണിത്. ഇത് ഞാൻ സെപ്റ്റംബർ മാസം 2025 ഡ്രൈ ആക്കി എടുത്ത കറി ലീഫാണ്. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നല്ല റൂം ടെമ്പറേച്ചറിലിരുന്ന് ഡ്രൈ ആയ കറി ലീഫാണ്. ഇത് എത്ര കാലം വേണമെങ്കിലും ഇങ്ങനെ ഇരുന്നോളും. അപ്പം നമുക്കിത് കറിക്കകത്ത് ഇടുന്നതിന് മുമ്പായിട്ട് നമുക്കിത് കുറച്ച് വെള്ളത്തിലിട്ട് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ തന്നെ ഇത് നല്ലൊരു മൃദുവാകും. അപ്പോൾ ഇത് നമുക്ക് കറിക്കകത്ത് ഉപയോഗിക്കാൻ പറ്റും. നല്ല പച്ച ലീഫ് പോലെ തന്നെ ഇരിക്കും. ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളും. നമുക്കിത് നല്ലൊരു എയർ ടൈറ്റായിട്ട് ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ മതിയാകും. ഇതുകൂടാതെ വേറെയും ഉണ്ട്. ഇത് ഒക്ടോബർ മാസം ഞാൻ ഉണങ്ങിയെടുത്ത കറി ലീഫാണ്. അതുകൂടാതെ ഇത് നവംബർ മാസം ഞാൻ ഉണങ്ങിയ കറി ലീഫാണ്. ഇതും എല്ലാം വളരെ നന്നായിട്ടാണ് ഇരിക്കുന്നത്. ഞാനിവിടെ വിൻ്റർ സമയങ്ങളിൽ ഈ കറി ലീഫാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് പുറത്ത് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ കറി ലീഫ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പാത്രം ആണോ ഉള്ളത്
അതെടുക്കാവുന്നതാണ്. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രം ആകണമെന്നേ ഉള്ളൂ. അതിനുശേഷം ബോട്ടിലിന് ഉൾവശം ഒട്ടും വെള്ളത്തിൻ്റെ അംശം കാണാൻ പാടില്ല. നന്നായി കഴുകി ഉണക്കിയ ബോട്ടിൽ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ കറിവേപ്പില നമ്മൾ കഴുകാൻ പാടില്ല. കറിവേപ്പില എടുത്തതിന് ശേഷം അത് തണ്ടിൽ നിന്ന് അടർത്തിയെടുത്ത് ഈ ബോട്ടിലിന് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ബോട്ടിലിനുള്ളിലെ കറിവേപ്പിലയിൽ നനവ് പറ്റിയാൽ അവ പെട്ടെന്ന് ചീത്തയായി പോകും. വിൻ്റർ സമയത്ത് ഞാൻ എൻ്റെ കറിവേപ്പില എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? അത് ഞാൻ കഴുകാതെ ഒരു ഗ്ലാസ് പാത്രത്തിലിട്ട് വെച്ച് അതിന് ശേഷമായിട്ട് ആവശ്യ സമയങ്ങളിൽ അതിൽ നിന്ന് വെറ്റായിട്ടുള്ള കൈ പാടില്ല, ഡ്രൈ ആയിട്ടുള്ള കയ്യിൽ ഞാനിങ്ങനെ എടുത്ത് കുറച്ചെടുത്ത് കഴുകി കറിക്കകത്തിടുകയാണ് ചെയ്യാറ്. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ കറി ലീഫ് ഒരു 2 മാസത്തോളം നല്ല ഫ്രഷായിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് അടച്ച് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചാൽ മാത്രം മതിയാകും. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്യൂ. ഇതെനിക്ക് ട്രൈ ചെയ്ത് സക്സസ് ആയതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.